Hi guys, welcome to Priya's ship tour, Priya's cruise tour. അപ്പോൾ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് വിചാരിച്ചത് ഇന്നലെ നമ്മളൊന്ന് വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് നമ്മൾ ഷിപ്പിന്റെ ഫുൾ ടൂർ 10 ഫ്ലോർസ് ആണ്. എല്ലാ ഫ്ലോർസും കാണിക്കില്ല, കാരണം ചില ഫ്ലോർസ് റൂംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ടു ഗെറ്റ് എൻ ഐഡിയ വാട്ട് ദ ഷിപ്പ് ഈ ഷിപ്പിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഇന്ന് ഒരു ഷിപ്പ് ടൂർ ആയിരിക്കും. സാധാരണ റൂം ടൂർ ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അത് ഇന്നലെ കണ്ടല്ലോ. പക്ഷേ ഷിപ്പ് ടൂർ ആദ്യമായിട്ടായിരിക്കും. പക്ഷേ അതിപ്പോ അടച്ചിട്ടിരിക്കുകയാണ്. ഔട്ട്ഡോർ വെളിയിലേക്ക് പോകുന്നൊക്കെ ഈ വഴിയാണ്. ഇത് നോക്കി ഡാഡി തൊട്ട് നോക്കിയപ്പോ ഞാനും നോക്കി. കയറ് കൊണ്ടിട്ട് പില്ലർ കവർ ചെയ്ത് കൊള്ളാല്ലേ, ഒരു ഷിപ്പ് ഫീലിംഗ് വരാനാണ്. ശരിക്കും നന്നായിട്ടുണ്ട്. ഫുൾ എല്ലാ ഫ്ലോർസും കാർപ്പറ്റഡ് ആണ്, എക്സ്ട്രീംലി ക്ലീൻ ആണ് അല്ല ഡാഡി? ക്ലീനിനെസ് ഭയങ്കര. ഇത്രയും തിരക്കുള്ളതിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ പതുക്കെ പറയാം. പക്ഷെ വെരി ഗുഡ്. ഷിപ്പിന്റെ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ക്വാളിറ്റി ഒരു ഇന്റർനാഷണൽ ഒരു 5 സ്റ്റാർ ക്വാളിറ്റി ഉള്ള ഷിപ്പാണ്. അതെ, ഇറ്റ് വാസ് ആൻ ഇന്റർനാഷണൽ ക്രൂസ് ഷിപ്പ്. ഇപ്പൊ ഇന്ത്യയിലേക്കുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ പോലെയുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി. സോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ നമുക്ക് അതിന് ടൈം ഉണ്ട്. അല്ലാതെ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഇമീഡിയറ്റ്ലി വരുന്നതായിരിക്കും. 8 to 10 5 to 7 ഡോക്ടർ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, ബാ. ഇനി ഇവിടെ നിന്നാണ്, ഇവിടെ ഹാൻഡിക്യാപ്ഡിന് വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ട്, വീൽ ചെയർ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ആദ്യമേ 4th ഫ്ലോറിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അത് കാണിച്ചിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോവാം. ലിഫ്റ്റും അടിപൊളി അല്ലേ? മെയിനായിട്ട് ഒരു ക്ലൂ അല്ല, ഒരു ടിപ്പ് നമ്മൾ തരാം. ഈ നടുക്കത്തെ 4 ലിഫ്റ്റ് ഉണ്ട്, അത് എപ്പോഴും തിരക്കായിരിക്കും. നിങ്ങൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റത്ത് ഒരു ഷിപ്പിന്റെ എൻഡില് എല്ലാ സ്ഥലത്തും പോകണമെങ്കിൽ ലിഫ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഷിപ്പിന്റെ എൻഡില് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എൻഡില് വേറെ ലിഫ്റ്റ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരക്ക് കാണില്ല. പിന്നെ എല്ലാ സ്ഥലത്തും സാനിറ്റൈസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രസ് ചെയ്ത്. അപ്പൊ ഇനി 4th ഫ്ലോറിലേക്ക് പോവാം. ഇതുപോലത്തെ ഗ്ലാസ് ലിഫ്റ്റ് ആണ് നടുക്ക്. ആക്ച്വലി നമ്മൾ 4th ഫ്ലോർ റെസ്റ്റോറന്റ് ആണ്, പക്ഷെ അത് ലാസ്റ്റ് കാണിക്കാം. എന്തായാലും ലഞ്ചിന് അങ്ങോട്ട് പോകണം. നേരെ 5th ഫ്ലോർ, അവിടെയാണ് മെയിൻ റിസപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അടിപൊളി ലിഫ്റ്റ്. ഇത് കാണിച്ചില്ലേ ലിഫ്റ്റിന്റെ? അത് കണ്ട മുകളിൽ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ, ഫുൾ ട്രാൻസ്പെറന്റ്. ഇത് 4 5th പോവാം. ഇതാണ് റിസപ്ഷൻ. ഈ റിസപ്ഷൻ ആക്ച്വലി എപ്പോഴും ഏറ്റവും കൂടുതൽ തിരക്കാണ്. കാരണം എന്താണെന്ന് അറിയോ, ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു ഷിപ്പില്. AC വർക്കിംഗ് അല്ലായിരുന്നു, അലോട്ട് ചെയ്ത റൂം അല്ലായിരുന്നു കിട്ടിയത്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. കാരണം കുറെ റൂമിൽ AC ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. അത് മാത്രമല്ല പറഞ്ഞ റൂം അല്ല. ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് കിങ് സൈസ് ബെഡാ, ഒരു ബെഡാ കിട്ടിയത്, പക്ഷെ നമുക്ക് ട്വിന്നാ കിട്ടിയത്. സോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിസപ്ഷൻ ആണ് ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലം. ഇപ്പോഴും അവിടെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. ഇന്നലെ നമ്മളൊരു ഷോ കണ്ടു. ഇവിടെ റോയൽ തിയേറ്റർ എന്ന് പറഞ്ഞ റൂമുണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ ഒരു ഷോ കണ്ടു, പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. അതിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് ഇന്ത്യ ത്രൂ മ്യൂസിക് ആയിരുന്നു. സോ മലയാളം പാട്ട്, ഹിന്ദി പാട്ടിനൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു അല്ലേ? റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ചേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പക്ഷെ മ്യൂസിക് ഇടാൻ പറ്റില്ല. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ വ്യൂ, ഒരുപാട് സ്ഥലത്ത് നല്ല നല്ല വ്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ആണ്, പക്ഷെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം സീ ഇസ് വെരി ബാഡ്. സോ അതുകൊണ്ട് അവര് ലക്ഷദ്വീപിൽ ആരെയും ഇറക്കിയില്ല. ഇത് റിസപ്ഷന്റെ മെയിൻ സാധനം ഇതാണ്, ഏറ്റവും ഭംഗി. കണ്ട, ഫുൾ മാർബിൾ ഒക്കെ ഇട്ട ഒരു ടൈപ്പ് ഫ്ലോറിംഗ് ആണ്. അതെ, ഭയങ്കര ഭംഗിയാണ്. ഇതാണ് ഏറ്റവും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയ ഒരു ഏരിയ. മുകളിൽ ഷോപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തുറന്നിട്ടില്ല. ഇത് രാവിലെ കാണിക്കുന്നേക്കാളും അത് നൈറ്റും കാണിക്കാം. ഭയങ്കര രസമുണ്ടോ, എന്തൊരു ഭംഗിയാ നോക്ക് ഷിപ്പ്. ഇത് ലിഫ്റ്റിന്റെ ഒക്കെ. ആൻഡ് ഇനി ഇവിടുന്ന് നമുക്ക് കാണിച്ചു തരാം. അങ്ങോട്ട് ഓരോരോ ഏരിയാസ് ഉണ്ട്. അത് എനിക്കൊന്ന് ബാറാന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് പോവാം. ബാ ഗൈസ്, ഇവിടെ ബാർ ഏരിയ ആണ്, ബഹളമാണ്, അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. ജസ്റ്റ് കാണിച്ചു തരാം. ബാർ ഏരിയ അടിപൊളിയായിട്ട് നല്ലതായി സെറ്റ് ചെയ്തിട്ടില്ല അടി, നല്ല ബാർ ഏരിയ. ഇനി ഇത് ബാർ കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി ഇവരുടെ ഒരു സ്പെഷ്യൽ ഡൈനിങ് ഏരിയ ഒക്കെയാണ്. ഇവിടെ ആക്ച്വലി ലോഞ്ച് പോലെ ഇരിക്കാം, അതല്ലാതെ അവർക്കൊരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ.
അതൊക്കെ പെയ്ഡാണ്. ചോപ്പ് ഗ്രിൽസ് എന്ന് പറഞ്ഞാണ്, പക്ഷേ ചോപ്പ് സ്റ്റിക്സ് എന്നാണ് ഇപ്പോൾ അവർ പേര്. ചോപ്പ് ഗ്രില്ല് മാറ്റി. അത് ആക്ച്വലി അവർ ഈവനിങ്സ് ചൈനീസ് ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത്. ഒരാൾക്ക് $15. ബുഫേ അല്ല, പക്ഷെ ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ്, ഒരു ഡിസേർട്ട്. ഭയങ്കര ക്ലാസിയാണ് ഷിപ്പ്. വെരി നൈസ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. സോ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഡിന്നർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. $15 ആണ് ഒരാൾക്ക്. ഇത് മെനു ഇങ്ങനെ നമുക്കൊരു മെയിൻ കോഴ്സ്, ഒരു സൂപ്പ്, ഒരു 2 സൈഡ്സ്, ഒരു ഡിസേർട്ട്, ആലാക്കാട്ടെ മെനു. പക്ഷെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇത് പെയ്ഡാണല്ലോ. ശരിക്കും ഭയങ്കര ഒരു ഷിപ്പാന്ന് തോന്നില്ല അല്ലേ? കാരണം ഇതിനൊക്കെ ഒരുപാട് പെയിന്റിങ്സും ഇത്രയും തിരക്കുണ്ടായിട്ടും ക്ലെൻലിനെസ്സിന് ഒരു കുഴപ്പമില്ല. ഇവിടൊക്കെ ഇരുന്ന് നന്നായി ചില്ല് ചെയ്യാൻ നല്ല രസമല്ലേ അടി? കണ്ട ഇത് ഇപ്പഴേ നേരെ നമുക്ക് ലക്ഷദ്വീപ് കാണാം അവിടെ. കണ്ട വേദൂര് ഓടാൻ എത്ര സ്ഥലമാ നോക്കിക്കേ. ഇതേ കൊറോണ ഇരിക്കുന്നു പ്രിയ, മാറ്റിക്കോ. അതിന്റെ പേര് കൊറോണ എന്നാ. കണ്ട അത് ലൈറ്റ് ബ്ലൂ എന്താന്ന് അറിയോ? ആഴം ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. നമുക്ക് വന്ന് ലക്ഷദ്വീപ് വ്ളോഗ് ചെയ്യണം. ഇതെന്താ ഫോട്ടോഗ്രാഫേഴ്സ് പോയിന്റ് ഒക്കെയാണ് ബ്രോ. ഇവിടെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്. അതുപോലെ ഉണ്ട്. അത് ഈ കടലിന്റെ വ്യൂവും കൂടെ ഉള്ളതുകൊണ്ടാ. ഇതുണ്ട്, ഇതൊന്ന് സ്റ്റുഡിയോ പോലെയാന്ന് തോന്നുന്നു പ്രിയ. ഇത് നോക്ക്. നൈസ് നോ? ഇതെന്താ ഇതിന്റെ അകത്ത്? ഇത് സ്റ്റുഡിയോ ഡാഡി. ഇത് പ്രോപ്പർ സ്റ്റുഡിയോ. ഇത് കണ്ട ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പ്രോപ്പർ സ്റ്റുഡിയോ സെറ്റപ്പ്. അതിന് ഇവര് ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചും തരും, എങ്ങനെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്, അങ്ങനെ എന്തൊക്കെയോ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഓടിക്കാണോ മോൻ? ഇപ്പൊ ഓടിക്കുന്ന വേദമാണോ? അതെ, ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് റൂം 4th ഫ്ലോർ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടാ. ദേ ഓടുന്നു തോന്നില്ല. ഇതാ ഞാൻ പറഞ്ഞ കണ്ട, എല്ലാ അറ്റത്തും ഇതുപോലെ ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരക്ക് കാണില്ല. റെസ്റ്റോറൻറ്റ് ഇത് സ്റ്റാർ ലൈറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ് 4th ഫ്ലോറിൽ. ഇതും കോംപ്ലിമെൻ്ററി ആണ്. പക്ഷെ ഇത് ലോക്ക്ഡൗൺ അല്ല, ഓപ്പണാ. പക്ഷെ ഇവിടെ ഇപ്പൊ ഫുഡ് ഇല്ല. എനിക്ക് അപ്പുറത്തെ സൈഡിലെ സ്റ്റാർ ലൈറ്റിലാണ് കണ്ട ഫുഡ്. ഇവിടെ ഫുഡ് വെക്കും, ഇവിടെയും ഫ്രീ ആണ്. മറ്റടുത്ത് തിരക്കുള്ളത് കൊണ്ട് വീണാലും കുഴപ്പമില്ല, വേദ ഫുൾ കാർപ്പറ്റ് അല്ലേ. അപ്പൊ ഇതൊരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് 2 ഫ്ലോറിൽ. ഇത് നല്ല റെസ്റ്റോറന്റ് ആണല്ലോ അടി. മറ്റേ മേളത്തെ കണ്ടി നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇത് കണ്ട, ഇവിടെ ബുഫേ ആണ്. ഞാൻ ഫുഡൊക്കെ വേറൊരു വ്ളോഗിൽ കാണിക്കാം, കാരണം എല്ലാ മീൽസും കാണിക്കാനുണ്ട്. പക്ഷെ കിട്ടില്ലൻ റെസ്റ്റോറന്റ് അല്ലേ, ശരിക്കും ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറന്റ് പോലെ തന്നെയുണ്ട്. ഫുഡിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ ചെയ്യാം. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇത് സൂപ്പർ കേട്ടോ. 2 ഫ്ലോർസ്, പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഗോൾഡ് റെയിലിംഗ് ഒക്കെ ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ ലൈറ്റിംഗ് ഒക്കെ. രാത്രി എന്ത് ഭംഗിയായിരിക്കും ഇത്. ഇവര് ഈ 2 റെസ്റ്റോറന്റ് അവർ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തിരക്ക് കാണില്ല. നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ചോദിച്ചാൽ മേളിൽ മാത്രമേ ഉള്ളൂ എന്ന്. ഓക്കെ നൈസ് ബാബാ. ഇപ്പൊ ഫുൾ കാണിക്കാൻ സമയമില്ല. ഇത് 6th ഫ്ലോർ ആണ്, പക്ഷെ ഷോപ്സ് ഒന്നും ഭാഗ്യത്തിന് തുറന്നിട്ടില്ല. കണ്ട ഇവിടെ കണ്ട, കമ്മിങ് ഓൺ ഡേ 5. ഫ്രാഗ്രൻസസ് ഒക്കെ, പെർഫ്യൂംസ് ഒക്കെ സ്ഥലമാണ്. പെർഫ്യൂംസും ജ്വല്ലറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോലത്തെ പോലെ ആയിരിക്കും. പക്ഷെ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. സ്ട്രീറ്റിന്റെ പേര് തന്നെ റോയൽ ഷോപ്സ് ആണ്. സോ ഐ തിങ്ക് ഇറ്റ് ബി ലൈക്ക് എ ഷോപ്പിംഗ് ഏരിയ തന്നെ. ഇറ്റ് ബി ലൈക്ക് എ ഷോപ്പിംഗ് സ്ട്രീറ്റ്. പ്രിയ, ഇത് ഒന്നും തുറന്നിട്ടില്ല ഇവിടെ കറക്റ്റ് ടൈമിന്. അതുകൊണ്ട് ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഷോപ്പിംഗ് ചെയ്ത് ഒരു ലെവലായി പോയാല്. ഇത് കണ്ട, ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്പെഷ്യൽ ആൽക്കഹോളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. സ്വരാസ്കി, പിന്നെ കോസ്മെറ്റിക്സ്. ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞ ഒരു സംഭവം തന്നെയായിരിക്കും. പിന്നെ കസിനോ ഉണ്ട്. കസിനോയിൽ ഒരു നിങ്ങൾക്ക് കസിനോയിൽ കയറണമെങ്കിൽ എൻട്രി ഫ്രീ ആണ്. പക്ഷേ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ഈവൻ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ.
എന്തായാലും കാസിനോ ഇപ്പൊ ഫംഗ്ഷൻ അല്ല, എനിക്കൊന്ന് ഈവനിങ് മാത്രമേ കാസിനോസ് ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാസിനോന്റെ അകം കാണുന്നത്. ഓ ഇപ്പൊ ഓപ്പൺ ആണ്, പക്ഷെ ഒന്നും വർക്കിംഗ് അല്ലല്ലോ. കുറച്ചുപേര് വന്നിട്ടേ കാസിനോയില് അവരെന്തോ കാർഡ് പേ ചെയ്തു. അപ്പൊ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ പറഞ്ഞു അത് എല്ലാവരോടും ഇപ്പൊ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മളൊരു കാസിനോന്റെ ഇന്റീരിയർ കാണുന്നത്. ആണോ? തിരക്കായിരുന്നോ? എവിടെയും പോയിട്ടില്ല. ആ അന്ന് അത് ജസ്റ്റ് കേറി കണ്ടുപോലും ഇല്ലല്ലോ മര്യാദക്ക്. ഇത് നല്ല രസമുണ്ട്, ഭയങ്കര ക്ലാസ്. ഇവിടെ പക്ഷെ വേദുവിനെ കൊണ്ടുവരാൻ പറ്റില്ല, 18 years ആൻഡ് അബവ് ആണ്. അങ്ങനെ എന്നാലും രാത്രി ഇവിടെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. രാത്രി തിരക്കാണോ ഡാഡി? അല്ല തിരക്കുണ്ട് ഇവിടെ. ആരെങ്കിലും പൈസ ഒക്കെ ജയിച്ചോ? പൈസ ജയിച്ചോ ആരെങ്കിലും? ഡാഡി കളിച്ചോ? കളിക്കാൻ പറ്റുമോ? പൈസ ഉണ്ടെങ്കിൽ കളിക്കാം, എന്നിട്ട് എല്ലാ പൈസയും പോകും. പ്രിയ, ഇത് കണക്ഷൻസ് എന്ന് പറഞ്ഞൊരു ലൗഞ്ച് ആണ്. ഹിയർ ഇറ്റ് ഇസ് ലൈക്ക് മ്യൂസിക്, DJ പാർട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഫുഡില്ല. വേദ് അപ്പ ഷിപ്പിലാണ്. ഇത് കണ്ട കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. ഓ അടിപൊളി അല്ലേ? ഇത് സംഭവട്ടെ ഷിപ്പ്. ഡാഡി ഇവിടെയൊക്കെ വന്നോ? ഇവിടെയൊക്കെ ഗെയിംസ് എന്തോ കളിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് ജസ്റ്റ് ചിൽ പ്രിയ, ജസ്റ്റ് ചിൽ. ഇവിടെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, കൊക്കക്കോള, പെപ്സി. ഇത് പ്രോപ്പർ ലോഞ്ച്. ഈവനിങ് അവിടെ ലൈവ് മ്യൂസിക് ഒക്കെ കാണും. അവിടെ ലൈവ് മ്യൂസിക് നേരെ സ്റ്റേജ് കണ്ട. ഒരുപാട് കണ്ടില്ല, ഇന്നാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അവിടെ കുറെ ആപ്പിൾ ജ്യൂസ് ഇരിക്കുന്നുണ്ട്. നല്ല ഏരിയ. എന്തൊരു ക്ലാസ്സിയാ ഫേർണിച്ചേഴ്സ് ഒക്കെ. ഈ വുഡിന്റെ ഒക്കെ ശരിക്കും ഒരു ടീക്ക് വുഡ് പോലെയാണ് അവര് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഡെയിലി ഷൂസ് ഇവിടെ അവിടെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഇന്നലെ ടയേർഡ് ആയിരുന്നില്ലേ? ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം എന്തായാലും. ഇവിടെ ലൈവ് മ്യൂസിക്, ഇവിടെ വേണമെങ്കിൽ DJ പോലെ ഡാൻസ് ചെയ്യാം. സോ ഇറ്റ്സ് ലോട്ട്സ് ഓഫ് ഫൺ ആൻഡ് ഷൂസിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതും ഒരു ഐഡിയ കാണും. അത് വേറെ ബ്ലോഗിലായിരിക്കും, പക്ഷേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു ഷിപ്പ് ടൂറാണ്. നൈസ് നോ? ബാ, വെരി ക്ലാസി, അടിപൊളിയായിട്ടുണ്ട്. ഈ സീറ്റ്സ് ഒക്കെ തന്നെ എന്തൊരു കംഫർട്ടബിളാ അല്ലേ? കുഷ്യൻസ് ഒക്കെ. ഇല്ല പക്ഷേ ഇതെനിക്കൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല. ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാ. എനിക്കിത് ആൾക്കാരൊന്നും ഇല്ല. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ? ഫണ്ണാണ് ശരിക്കും. ഇത് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. അത് ആരും ഇല്ലാത്തോണ്ടായിരിക്കും. ഇനി ഇറങ്ങില്ല വേദു. എല്ലാ ഷിപ്പിന്റെ അകമാണ്, അത് ഓർക്കണേ. ഓൾ ഇൻസൈഡ് എ ഷിപ്പ്. വെറുതെ ഓടിച്ചപ്പോ കോയിൻ ഇടണം. ഇത് 7th ഫ്ലോർ ആണ്. 7th ഫ്ലോറിലെ ബെസ്റ്റ് പാർട്ട്, കുറേ വലിയ വിൻഡോസ് ഉണ്ട്, ഇതുപോലെ വ്യൂ കാണാം. ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ഷിപ്പ് ഞാൻ വീണ്ടും പറയാണ്, ഇപ്പൊ ഇനിയും കുറച്ച് കാണാറുണ്ട്. ഷിപ്പിന്റെ ക്വാളിറ്റി ഇസ് റിയലി ഗുഡ്, എക്സ്ട്രീംലി വെൽ മെയിൻറ്റൈൻഡ് ആണ്. വീണ്ടും പറയാണ്. ആൻഡ് ഇത് ലൈഫ് ബോട്ട്. ഇവിടുത്തെ ലൈഫ് ബോട്ട് കവേർഡ് ആണ്. എംപ്രസ് എന്നാണ് ഷിപ്പിന്റെ പേര്, എംപ്രസ്. ആൻഡ് ഇത് ആക്ച്വലി ഇവരുടെ ഒരു ഓൺലൈൻ റൂമാണ്, വർക്ക് സ്റ്റേഷൻ ഒക്കെ ഉള്ളത്. പക്ഷെ ഇതിപ്പോൾ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. എവറിത്തിങ് ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് ഒന്ന് പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് വർക്ക് സ്റ്റേഷൻസ്. ഇന്റർനെറ്റ് നമ്മൾ പേ ചെയ്യണം. എനിക്കൊന്ന് ഒരു ദിവസത്തേക്ക് ഇസ് അറൌണ്ട് $20 or $25. നമ്മൾ 1500 രൂപയാവും. ആ സമയത്ത് പാക്കേജ് ആയിട്ട് 3 ദിവസത്തേക്ക് എടുക്കുവാണെങ്കിൽ ഏകദേശം 4000 റുപ്പീസ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. സോ ഇന്റർനെറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. വേറെ റേഞ്ച് കിട്ടില്ലല്ലോ. പക്ഷെ നമുക്കിപ്പോൾ ഇതിപ്പോൾ ബോംബെയിൽ നിർത്തുമ്പോഴോ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ കിട്ടില്ല, ബോംബെ നിർത്തുമ്പോഴേ ഇനി കിട്ടുള്ളൂ റേഞ്ച്. ഞാൻ ഇന്റർനെറ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു. ഡാഡി 8th ഫ്ലോറേ എന്ത് റൂമാണെന്നറിയോ? പ്ലേയിങ് റൂമാണ്, കാർഡ് റൂം, ചീട്ട് കളിക്കാനുള്ള റൂം. ആ നമുക്ക് ഉണവൊക്കെ ഉണ്ടെങ്കിൽ കളിക്കായിരുന്നു അല്ലേ പറയാ? പക്ഷെ നമ്മള് 3 പേരല്ലേ ഉള്ളൂ. കുറച്ച് പേരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ ഉണവൊക്കെ കളിക്കാം. കാർഡ് റൂംസ് ആണ്.
സോ കണ്ട കാർഡ് റൂം ധരിച്ചിട്ടുണ്ട്. പക്ക ഒരു ഫാമിലി ടൈം ആണ്. ഇവിടെ ഇരുന്ന ആൾക്കാർ പൈസയ്ക്കും കളിക്കുന്നുണ്ട്, അല്ലാതെ വെറുതെയും കളിക്കുന്നുണ്ട്. ഊണോ കാർഡ്സ്. ദേ ഓടുന്ന ഒരാള്, പിന്നെ കാർഡ് കളിക്കാനായിട്ട് മാത്രം. അതിവിടെ DJ പാർട്ടിയൊക്കെ നടക്കും. ഇവിടെ വെച്ചൊക്കെ DJ മ്യൂസിക് ഒക്കെ കേട്ടോണ്ട് ഊണോ കളിക്കാം. ഊണോ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാം. ഡാഡിക്ക് അറിയോ ഊണോ? ഊണോ അറിയില്ല? ഡാഡിക്ക് ഊണോ കളിക്കാൻ അറിയില്ല. ഊണോയ്ക്ക് അതെ. ഇത് മെയിനായിട്ട് കാർഡ് റൂം ആണ്. അല്ലാതെ എല്ലാ ഫ്ലോസിലും ഇതുപോലെ റൂംസ് ഉണ്ട്. ലോബീസ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, റൂംസും ലോബീസും നല്ല ക്ലീൻ ആണ്. ആൻഡ് വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ബേസിക്കലി കൂടുതൽ ടൈം നമ്മൾ ഷിപ്പിന് വെളിയിലായിരിക്കും. സോ നിങ്ങൾ അത്രയും ഡെസ്പറേറ്റ്, ക്രൂസിൽ വരാൻ ഡെസ്പറേറ്റ് ആണ്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഇല്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ബേസിക് റൂം, ഇൻറ്റീരിയർ റൂം. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐ സജസ്റ്റ് ഓഷ്യൻ റൂമാണ് എനിക്കൊരു മിഡിൽ ഓഫ് ദ ഗ്രൗണ്ട് ആയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശമല്ല, ആ സമയത്ത് നല്ല അത്യാവശ്യം വ്യൂ ഉണ്ട്. ഓഷ്യൻ വ്യൂ ആണ് നല്ലത്. ബാൽക്കണിയൊക്കെ പിന്നെ ഭയങ്കര എക്സ്പെൻസീവ്, സ്യൂട്ട് റൂമും ഭയങ്കര എക്സ്പെൻസീവ്. സോ എൻ്റെ ഒരു സജഷൻ ഓഷ്യൻ വ്യൂ ആണ്. ബിക്കോസ് അതൊരു ഫീൽ തന്നെയാണ് ബെഡിൽ കിടന്ന് ഇങ്ങനെ ഓഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാൽക്കണി എടുക്കാൻ പറ്റിയ അത്രയും ബെസ്റ്റ്. സ്യൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഫ്ലോർ അല്ലേ പ്രിയ? ഇത് ഭയങ്കര ഒരു രസം. ഇതുണ്ട് ഇരിക്കാനൊക്കെ എന്തൊരു സുഖമാണെന്ന് നോക്കി. ഇവിടെ വന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ലൈബ്രറി ഈസ് നോട്ട് ദേർ. കണ്ടോ ഇത് ഇങ്ങനെ ഇരുന്ന് കാലൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പൊക്കി വെച്ച്. ലൈബ്രറി ഇല്ല, അത് റീഡിങ് സ്പേസ് അല്ലേ? ബുക്ക് നമ്മൾ കൊണ്ടുവരണം. എന്ത് രസമല്ലേ? ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടിയാലോ? അതെ, ഫുഡിന്റെ വ്ളോഗ് ചെയ്യുമ്പോൾ പറയാം. ഫുഡിനാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു വിഷയം തോന്നിയത്. അത് നാളെ ഞാൻ പറയാം. കാരണം നമ്മളിതൊരു ഇന്റർനാഷണൽ പ്രൈസ് റേഞ്ചിൽ പോകുമ്പോൾ നമ്മളൊരു ഇന്റർനാഷണൽ ലെവൽ ഫുഡല്ലേ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് നാളെ പറയാം. അപ്പം നാളെ നിങ്ങൾ വേറെ ഒന്നും ആയിരിക്കില്ല, ഹൗ ഗുഡ് അല്ലെങ്കിൽ ഹൗ ബാഡ് ഇസ് ദ ഫുഡ് ഇൻ ദിസ് ക്രൂസ് എന്നുള്ള ഒരു വ്ളോഗ് ആയിരിക്കും നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു വ്ളോഗാണ്. പക്ഷെ എന്തായാലും നാളെ അറിയാം. ദിസ് ഇസ് സോ അമേസിങ് വ്യൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട് കണ്ടുകൊണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ ഓ എന്താ വേദു സംസാരിക്കാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഈ കടലേ 10th ഫ്ലോർ ഡാഡി. 10th ഫ്ലോർ ആണ് ആക്ച്വലി വേണമെങ്കിൽ നമ്മുടെ ഈ ഷിപ്പിന്റെ ഒരു ലൈഫ് ലൈൻ എന്നൊക്കെ പറയാം. റെസ്റ്റോറൻറ്റ്സ്, ആക്ടിവിറ്റീസ്, പൂള് എല്ലാം ഇവിടെയാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഫുഡ് കോർട്ട് പോലെ കേട്ടോ. ഒരു ഫുഡ് കോർട്ട് പോലത്തെ റെസ്റ്റോറൻ്റ് ആണ്. ബേസിക്കലി കാണിക്കാനൊന്നുമില്ല, പക്ഷേ ഒരു നോർമൽ റെസ്റ്റോറൻറ്റ്. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ ഗ്ലാസ് ഉണ്ട്. സോ നമുക്ക് വിൻഡോ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓഷ്യൻ സെയിലിംഗ് കണ്ടുകൊണ്ട് കഴിക്കാം. ആൻഡ് ഇവിടെ ബുഫേ ആണ്. ഇവിടെയും 4th ഫ്ലോറിലും. പക്ഷേ ഇതാണ് മെയിൻ സ്ഥലം ബുഫേക്ക്. പിന്നെ ഇനി പൂളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അല്ല ഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം, പ്രിയയുടെ ഫേവറേറ്റ് സ്ഥലം. പക്ഷെ ഭയങ്കര വെയിലാണ്. പക്ഷെ ഈവനിങ് ആണെങ്കിൽ കറക്റ്റ് ആണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, വെയിലടിക്കുന്ന കണ്ടിട്ട്. അതെ, നമുക്കേ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോറിൽ മെയിൻ ആക്ടിവിറ്റീസ്. പൂളിൽ പക്ഷെ ഇറങ്ങണ്ടാൽ ഇറ്റ് ഡസൻറ്റ് ലുക്ക് ദാറ്റ് ഒരു ക്ലീൻ അല്ലേ? ബാ, വെരി സ്മോൾ ആൻഡ് കുറേ ആൾക്കാരും ഉണ്ട്. ഇല്ല, ഭയങ്കര ചെറുതാ ഇവിടെ. അതാണ് ഒരു വിഷയം. പൂള് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ആൾക്കാർ കീപ്പ് ഓൺ കമ്മിങ്. ആൻഡ് ചെറിയ പൂളാണ്. സോ ഐ ഡോണ്ട് നോ ഹൗ സേഫ് ആൻഡ് ക്ലീൻ ഇറ്റ് വിൽ ബി. അതുകൊണ്ട് പൂളിൽ നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെ ശരിക്കും ജക്കൂസൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ അല്ല. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് പൂൾ ഈ ഒരു സിറ്റുവേഷനിലും. ആൻഡ് ഇത്ര ഒരു ചെറിയ പൂളും കൂടെ ആയതുകൊണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ കേട്ടോ. ഇരിക്കാനും ചില്ല് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. അതൊക്കെ ഭയങ്കര ക്ലീനാണ്. തിരിച്ച് നോക്കിയാൽ കാണാം, അങ്ങ് അറ്റത്ത് ലൈറ്റ് ബ്ലൂ ആണ്. അത് ലക്ഷദ്വീപാണ്. ഇപ്പം നമ്മൾ ലക്ഷദ്വീപിലാണ്. സോ അതുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്. പക്ഷേ ലക്ഷദ്വീപിൽ ശരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ
മെയിൻ ആയിട്ട് സീ റഫ് ആയതുകൊണ്ട് അവർ ടൂർ നടത്തുന്നില്ല, അല്ലെങ്കിൽ ടൂർസ് എടുക്കാൻ പറ്റില്ല. ലക്ഷദ്വീപിൽ ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ആ ടൂറിന് ഏകദേശം സ്റ്റാർട്ടിങ് എനിക്കൊന്നൊരു $60 per person ആണ്. അതിൽ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ എന്താ ലോക്കൽ വില്ലേജ് വിസിറ്റ് ഉണ്ട്. 60 തൊട്ട് $100 $110 വരെ ഉണ്ട്. $110 എന്ന് പറയുമ്പോൾ അതിൽ സ്കൂബ ഡൈവിങ് ഇൻക്ലൂഡഡ് ആണ്. സോ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ ഈ വെയിലത്തൊക്കെ വന്ന് എന്ത് ആക്ടിവിറ്റീസ് ചെയ്യാനാണ്? 10th floor സംഭവമാണ്. അവിടെ കണ്ട അവിടെ ഒരു പൂൾ ബാർ ഒക്കെ ഉണ്ട്. ഈവനിങ്ങേ കൊള്ളുള്ളൂ. ഒരു ആഫ്റ്റർ 6 പറ്റുള്ളൂ. 5 o'clock സൺസെറ്റ് ടൈമിന് വരാം. 5 വരാം. പക്ഷെ ഇതിന്റെ അകത്ത് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാം. നമ്മുടെ ഷിപ്പ് ടൂർ നടന്നുകൊണ്ടിരിക്കട്ടെ. പ്രിയ, ആ സാക്രിഫൈസ് എടുക്കൂ, വെയിലത്തൂടെ നടക്കൂ. ഇതാണ് പൂൾ ബാർ. പൂൾ ബാറിൽ നമുക്ക് ഏത് ബാറിലാണെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ ക്യാഷും ക്രെഡിറ്റ് കാർഡൊന്നും അലൗഡ് അല്ല. ഇതുപോലെ നമ്മുടെ കാർഡ്, നമ്മുടെ റൂം കീ തന്നെയാണ് ഇവിടുത്തെ കാർഡ്. ഇത് കൊടുക്കുക ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യുക. ഇനി ഇവിടെ വേറെ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നോക്കട്ടെ. വേറെ കാര്യം മറന്നുപോയി. എല്ലാ ദിവസവും ഞാൻ പറയണോ അല്ലേ? ഇപ്പൊ റെഡിയായി. ഞാൻ ക്യാമറയിലുണ്ട്, അത് അറിഞ്ഞോണ്ട് ഔട്ട് ഫോക്കസ് വല്ല ആടാ. അല്ല, എനിക്കിത് കാണാൻ വയ്യ. എന്നെ ഏതുകൊണ്ട് ക്യാമറയിൽ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും SQ കൊച്ചി പനമ്പിളിയാക്കറിന്നാണ്. ഇവരുടെ ഷർട്ട്സ് ഞാൻ പറഞ്ഞ ചൂടത്ത് ഇടാൻ പറ്റിയ ഷർട്ട്സ് ആണ്. ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, രാജസ്ഥാനിയാണ്. ഓൺലി തിങ് ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ ചെയ്യണം, കാരണം ഈ കളേഴ്സ് ചിലപ്പോൾ പോകാനുണ്ട്. നാച്ചുറൽ കളേഴ്സ് ആയതുകൊണ്ട്. സോ ഐ എം ലുക്കിംഗ് ബെറ്റർ ദാൻ പ്രിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ ഷർട്ട് അടിപൊളിയായിരുന്നു, ഇന്നത്തെ ഷർട്ട് അടിപൊളിയായിരുന്നു. നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ ഡാഡിനോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ട്, ആരാ ബെറ്റർ? ഇതൊക്കെ എല്ലാവരും എപ്പോഴും കാണുന്നത്, പക്ഷെ എന്നെ ഇങ്ങനെ വേഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ. ഡാഡി, എന്റെ ഷർട്ട് എങ്ങനെയുണ്ട്? അല്ലേ? അല്ല, ഇത് എനിക്കൊരു നമ്മുടെ പനമ്പിളിയാക്കറിലെ ഒരു ഷോപ്പിൽ ഞാൻ എടുത്തതാ. രാജസ്ഥാനിൽ നിന്നാ. നല്ലല്ലേ? ഇത് ഞാനും ബ്ലൂ, ബാക്ക്ഗ്രൗണ്ടും ബ്ലൂ, ഡാഡിയും ബ്ലൂ, വേദുവിന്റെ കുപ്പിയും ബ്ലൂ. ഡാഡിയുടെ മാസ്കോ? അതെ, അതും മാസ്ക്. ഡാഡി ഇതിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാണ് ഡാഡി ഇത്ര എഫേർട്ട് എടുക്കുന്നത്. മാച്ചിങ് മാസ്ക് നിങ്ങൾക്ക് കാണാൻ. അതുവരെ ഡാഡി നോക്കും. ബ്ലൂവിന്റെ കളർ വരെ കറക്റ്റ് ആയിരുന്നു. ഡാർക്കോ ലൈറ്റോ അല്ല, ഷെയ്ഡ് കറക്റ്റ് ബ്ലൂ ആ. സ്പാ ഉണ്ട്, സ്പാ. അതൊക്കെ സന്തോഷമല്ലേ? നോക്കട്ടെ, എനിക്ക് എത്ര എക്സ്പെൻസീവ് ആകാൻ സാധ്യതയുണ്ട് ഷിപ്പിലൊക്കെ ആയതുകൊണ്ട്. സ്പാൻ്റെ ആംബിയൻസ്, ശരിക്കും ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ സ്പാ. ട്രീറ്റ്മെന്റ്, കുറേ ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട്, സ്റ്റോറേജ്. ഹായ്, നൈസ് നോ? സ്പാ നോക്കട്ടെ, കുറേ ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട്. ശരിക്കും ഒരു തായ് സ്പായുടെ ഫ്ലേവർ അല്ലേ? 8 റൂംസ് ഉണ്ട് അല്ലേ? അടിപൊളി, ഭയങ്കര ഒരു സ്റ്റൈലിലെ സ്പാന്റെ ഒക്കെ ഒരു ഫീലിംഗ്, ഒരു ഹൈ എൻഡ് സ്പാ. ഇവിടുന്ന് നേരെ പൂളിലേക്കുള്ള വ്യൂ ആണ്. ഇവിടെ വെച്ചിട്ടുണ്ട് സ്പാന്റെ കോസ്റ്റ് ഒക്കെ നോക്കാലോ. മസാജും ഫേഷ്യൽസിനൊക്കെ റേറ്റ് $45. ഇതൊക്കെ ഫേഷ്യൽസ് ആണ്. $70 ഒക്കെ ഉണ്ട്. സ്ക്രബ്സ്, നമുക്കൊരു ഹോൾ ബോഡി സ്പായ്ക്ക് എത്രയാന്ന് നോക്കാമല്ലോ. $60. അത് കുഴപ്പമില്ലല്ലോ. വൈൻ ആൻഡ് ചോക്ലേറ്റ്. ഇതും 10th ഫ്ലോറിൽ ഒരു ലോഞ്ച് ഏരിയ പോലെ തന്നെയാണ്. ഒരുപാട് ലോഞ്ച് ഏരിയസ് ഉണ്ട്. ഇവിടെ എന്താ അഡ്വാൻറ്റേജ് അറിയോ? ഡിഫറൻസ് എന്താണെന്നറിയോ? കിഡ്സ് ഉണ്ട്, പക്ഷേ 10 kids അലൗഡ് ഉള്ളൂ. അവർ ഇന്ന് പെയിൻറ്റിങ്ങും അല്ലെങ്കിൽ കുട്ടികളെ എൻഗേജ് ആക്കി വെക്കും. നമുക്ക് കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്കും ഒരു ഫ്രീ ടൈം കിട്ടും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. കുട്ടികളെ ഇവിടെ സേഫായിട്ട് വെക്കാം. എപ്പോഴും കുട്ടികളെ നോക്കാൻ ആൾക്കാരുണ്ട്. സോ ഇഫ് യു ആർ അഡൾട്ട്, 2 പേർക്ക് എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പം മസാജിന് പോകണമെങ്കിൽ മസാജിന് പോവാം. സോ അതൊരു ഭയങ്കര നല്ല ഒരു ഫീച്ചർ തന്നെയാണ് കിഡ്സ് ഏരിയ എന്ന് പറഞ്ഞത്. അവർ മെയിനായിട്ട് പെയിൻറ്റിങ്ങും ജിക്സോ പസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ ചെയ്യുന്നത്. പ്രിയ, ഇനി അവിടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഏരിയ, നാട്ടിലാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ജിം തേടി പിടിച്ച് യാത്ര ചെയ്യാറില്ല. ജിം ഇല്ലാതെ ഫ്രീ എന്ത്? അത് വെരി നൈസ് മെഷീൻ. എനിക്ക് ലൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഇതല്ല, ഈ മെഷീൻ കമ്പനിയെ നല്ല ക്രൂസ് ആണ്. അത് വെറുതെ ഇരുന്ന് ഉന്തിയാ മതിയല്ലോ അല്ലേ? ട്രെഡ്മിൽസ് ഉണ്ട്, അത്യാവശ്യം എല്ലാം നല്ല മെഷീൻസും ഉണ്ട്. വലിയ ജിമ്മാണ്, നല്ല വ്യൂ ആണ്. ഇഷ്ടമല്ലാത്ത മെഷീനാണ് സൈക്ലിംഗ്. എനിക്കും ഇഷ്ടമല്ല.
അതിനെക്കാട്ടി അത് നേരെ സൈക്കിൾ ഓടിക്കുന്ന. ഇതേ മെഡിസിൻ ബോൾ ഉണ്ട്, വേറെ ത്രെഡ്മിൽസ് ഉണ്ട്. നാളെ തൊട്ട് ഞാൻ പറ്റുമെങ്കിൽ വരും. ഇന്നൊരു ദിവസം ടയേർഡ് ആയതുകൊണ്ട് വന്നില്ല. നാളെയും മറ്റന്നാൾ 3 നൈറ്റ്സും കൂടെ ഉണ്ട്, 3 ഡേയ്സ് ഉണ്ട്. അപ്പോൾ 3 ദിവസം കൂടെ ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് ചെയ്തേ പറ്റൂ. ഇതേ സ്പിൻ സൈക്ലിംഗ് ഉണ്ട്, നല്ല ജിമ്മ അല്ലേ. വെയ്റ്റ്സ് ഉണ്ട്, ഡംബിൾസ്, ഒരുപാടുണ്ട്. കുറെ ത്രെഡ്മിൽസും എല്ലാ മെഷീൻസും ഉണ്ട്. ഇനി ചെയ്തില്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല. എന്തായാലും ഞാൻ നാളെ ഒന്ന് ചെയ്യുന്നതായിരിക്കും. ടുഡേ ഐ വാസ് വെരി ടയേർഡ്. ഇതും നല്ല വ്യൂ. അതെ, ഈ ഒരു വ്യൂ ഒരു സംഭവം തന്നെയാണ്. സോ നൈസ്, നോ? ഇറ്റ്സ് ലൈക്ക് അൺബിലീവബിൾ. ഇന്ത്യയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ആൻഡ് ഫൈനൽ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്ന ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. റോക്ക് ക്ലൈമ്പിംഗ് ആണ്. റോക്ക് ക്ലൈമ്പിംഗ് ഭയങ്കര ഫണ്ണാണ്. ശരിക്കും അത് ഫ്രീ ആണ്, പക്ഷേ തിരക്കുണ്ട്. സോ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രീ ആയിട്ട് ചെയ്യാം. സേഫ്റ്റി ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഫ്രീ എന്തായാലും ചെയ്യില്ല. നോക്കട്ടെ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ബുക്ക് ചെയ്തിട്ട് ചെയ്യാം റോക്ക് ക്ലൈമ്പിംഗ്. എന്തായാലും ഇതും അടിപൊളി സംഭവം തന്നെയാണ്. ഷിപ്പിന് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല AC ഇസ് എ ബിഗ് ഇഷ്യൂ. സംടൈംസ് AC ഡസൻ വർക്ക്, ഇറ്റ് വർക്ക്സ്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പക്ഷേ രാവിലെ തൊട്ട് ബാത്റൂം ഇസ് നോട്ട് വർക്കിംഗ്. ലൈക്ക് ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ആൻഡ് നമുക്ക് അവർ പറയുന്ന പബ്ലിക് ബാത്റൂം പോയി ഉപയോഗിക്കുക. അതെങ്ങനെ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പബ്ലിക് ബാത്റൂം ഉപയോഗിക്കുന്നത്? ഇമാജിൻ ഫ്രം മോർണിംഗ് ഒരു 7 മണി 8 മണി തൊട്ട് ഇപ്പം സമയം ഇസ് അറൌണ്ട്, ഞാൻ പറയാം, ടൈം ഇസ് അറൌണ്ട് 4 o'clock 4:10 നമ്മൾ പിന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ച് ഉപയോഗിച്ചു. പക്ഷേ നമുക്ക് വേദു ഒക്കെ ഉള്ളല്ലോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 4:15 നൗ. ദ ടോയ്ലറ്റ് ഇസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ അവർ റൂമും ചേഞ്ച് ചെയ്ത് തരില്ല. ആ സമയത്ത് ഇത് വർക്കിംഗ് ആക്കി തരാമെന്നോ വർക്കിംഗ് ആവുമെന്നോ എപ്പോഴാണെന്നോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റും പറയുന്നില്ല. സോ ഇതൊക്കെ വളരെ മോശമല്ലേ. ഒരു റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റൂം മാറ്റി തരുക, എന്തെങ്കിലും ചെയ്തു തരുമോ? ഇത് നമുക്ക് ആർക്കും റൂം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടും ഈ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ആ പബ്ലിക് ബാത്റൂം ഉപയോഗിക്കാൻ തോന്നുന്നില്ല. വേദു ഉണ്ട്. സോ വേദുവിന് ടോയ്ലറ്റിൽ പോകണമെങ്കിലും വി കാൻ ടേക്ക് ഹിം ടു എ പബ്ലിക് ബാത്റൂം. സോ ഇതൊക്കെ വളരെ ഒരു ബിഗ് നെഗറ്റീവ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ക്രൂസിന്റെ. അവർ പറയുന്നത് വേറെ ആരോ കാരണം ഫുൾ ബ്ലോക്കേജ് ആയെന്നാണ്. പക്ഷെ അത് നോട്ട് എൻ എക്സ്ക്യൂസ്. വേദു പാവം ബാത്റൂമിൽ പോവാതെ മാക്സിമം കൺട്രോൾ ചെയ്തിരിക്കുക. ടോയ്ലറ്റിലൊക്കെ ഇപ്പോൾ വേദു പോട്ടി ട്രെയിൻഡ് ആണ്. അത്യാവശ്യം ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ അതും ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് സോ സാഡ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സർവീസ് ഇവരുടെ നിന്ന് കിട്ടുമ്പോൾ. പക്ഷേ സ്റ്റാഫ്സ് എല്ലാവരും അവരെന്താ പ്രശ്നം എന്നറിയോ? അവർ നോന്ന് പറയില്ല. ഓക്കെ സാർ വിൽ ഡു എന്ന് പറയും. പക്ഷെ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ 3 ദിവസം ചെയ്യുന്നത്. അവരുടെ ഒരു റിപ്ലൈ മറ്റേ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് റിപ്ലൈ പോലെയാണ്. ഒന്നും നോന്ന് പറയില്ല അവർ. എല്ലാം യെസ് അല്ലെങ്കിൽ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് എന്ന് പറയും. പക്ഷെ ഒന്നും നടക്കില്ല. സോ ദാറ്റ് ഇസ് റിയലി ബാഡ്. അത് നമുക്കൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുവാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടക്കണമെന്ന്, എന്നിട്ട് നമുക്ക് സൺസെറ്റും കൂടെ കണ്ടിട്ട് ഇന്നത്തെ ഒരു ഷിപ്പ് ടൂർ അവസാനിക്കാം. സൺസെറ്റ് മേളിലാണ്. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഷിപ്പെന്ന് നിങ്ങളുടെ ഒരു ഇത്രയും കണ്ടതിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇത്രയും കണ്ടതിൽ അഭിപ്രായം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ഇസ് റിയലി നൈസ്. ദ ക്വാളിറ്റി ഓഫ് ദ ഷിപ്പ് ഇസ് റിയലി നൈസ്. പക്ഷേ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടെന്നേ ഉള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് മെയിൻ്റനൻസ് ഇഷ്യൂസ്. ഈ റൂം കണ്ട, ഓഷ്യൻ വ്യൂ റൂം. നമുക്ക് ആക്ച്വലി ഇവിടെ ഇരിക്കാം. വേദു ഇവിടെ സിറ്റ് ആക്കാറില്ലേ രാവിലെ? വേദു ഇവിടെ ഇരിക്കാറില്ലേ? കർട്ടൻ നീക്ക്, എന്നിട്ട് വേദു സിറ്റ്. വേദുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഇതിപ്പോൾ. ഇവിടെ ശരിക്കും ഇരിക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ്. ഇറ്റ്സ് സോ നൈസ് അല്ലേ വേദു? യാ, നല്ല തിരയുണ്ട്. എന്തായാലും ലക്ഷദ്വീപിൽ ഇറങ്ങാൻ പറ്റിയില്ല. വേദു നമുക്ക് എപ്പോഴെങ്കിലും വന്ന് ലക്ഷദ്വീപിന്റെ വ്ളോഗ് ചെയ്യണ്ടേ? ചെയ്യാം കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് കിടക്കട്ടെ. നമുക്ക് വൈകുന്നേരം സൺസെറ്റ് ടൈമിൽ കാണാം. അപ്പോൾ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയി. നമ്മുടെ ഫൈനൽ പ്ലേസ് ഓഫ് ദ ഷിപ്പ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ദി ഈവനിങ്. ഇതുപോലെ ചെയർസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഡെക്ക് നമ്പർ 10. പൂളിന്റെ മുകളിലുള്ള ഏരിയ ആണ്. സൺസെറ്റ് കാണാൻ ബെസ്റ്റ് ഏരിയ ആണ്. ഇതുപോലെ ഇരുന്നൊക്കെ ചെയർസും നല്ല നല്ല കുഷൻസ് ഒക്കെ ഉണ്ട്. എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും, പക്ഷെ വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്. ഇത് സോ നൈസ്. പൂള് കണ്ട ഭയങ്കര ക്രൗഡഡാ. ഇവിടെ ലൈവ് മ്യൂസിക് എപ്പോഴും കാണും. ആൻഡ് വേദോ ഇവ കടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് ചിലവര്. ഇതുപോലെ ലോഞ്ച് ചെയർ ഒക്കെ വെക്കാറുണ്ട്. ഇപ്പം അതില്ല, ഇടയ്ക്കിടയ്ക്ക് വെക്കും. പക്ഷെ ബെസ്റ്റ് പ്ലേസ് ടു ഐ തിങ്ക് സോ കം ആൻഡ് സീ ദ സൺസെറ്റ്. ഒരു അടിപൊളി വ്യൂ ആണ്. അടിപൊളി, ടോട്ടലി എൻജോയിങ് അല്ലേ? ഓ വേണ്ട. ആൻഡ് ഓവറോൾ ഷിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്വാളിറ്റി, the ship quality is really good. Yeah. It has an international quality. Food വേറെ, ഫുഡ് നാളെ
ഫുഡിനെ കുറിച്ച് പറയണ്ട, സെപ്പറേറ്റ് ബ്ലോഗ് പറയുന്നത്. പക്ഷേ ഷിപ്പ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇറ്റ് ഹാസ് ആൻ ഇന്റർനാഷണൽ ക്വാളിറ്റി. ഇറ്റ് ഈസ് എ പ്രോപ്പർ ക്രൂസ്. അതെ, പക്ഷെ റൂംസിൽ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് ആയിരിക്കാം. ഹോപ്പ്ഫുള്ളി ഇത് വൺ ടൈം ഒരു ഇവന്റ് ആയിരിക്കും. ഒരുപാട് പേർക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഹാഡ് ഇഷ്യൂ വിത്ത് ദ റൂംസ്. ലൈക്ക് ഐദർ ദ ടോയ്ലറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഓർ ദ കീ കാർഡ്, റൂമിന്റെ കീ കാർഡ് നോട്ട് വർക്കിംഗ്, AC നോട്ട് വർക്കിംഗ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഇഫ് ദേ റെക്ടിഫൈ ഇറ്റ്, the infrastructure wise it's really good. Infrastructure എന്ന് പറഞ്ഞാൽ റൂമും അമ്യൂണിറ്റീസും ഫെസിലിറ്റീസ് ഒക്കെ, ജക്കൂസി ഒക്കെ എപ്പോഴെങ്കിലും വർക്കിംഗ് ആയാൽ അതും അടിപൊളിയായിരിക്കും. ആ ഷോപ്സ് ഒക്കെ കാണിച്ചില്ല, അതും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ ഫൺ ആയിരിക്കും. ബാക്കിയെല്ലാം അടിപൊളി. കുട്ടികൾക്ക് എന്തെങ്കിലും വേണം, ചിൽഡ്രൻസിനുള്ള ഒരു എന്റർടൈൻമെന്റ് ഇസ് വെരി ലിമിറ്റഡ്. ദർ ഇസ് നോ സെപ്പറേറ്റ് ചിൽഡ്രൻസ് റൂം അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം സെന്റേഴ്സോ ആർക്കേഡ് ഇസ് ദർ, ദാറ്റ്സ് ഓൾസോ നോട്ട് വർക്കിംഗ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ എൻഗേജ്മെന്റ് ആയാലേ ഫാമിലീസിന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് എനിക്ക് തോന്നുന്നു it is very limited for family enjoyment. അല്ലെങ്കിൽ the quality of all the things are really good. അപ്പോൾ എന്തായാലും പ്രിയയും വേദും ഒക്കെ എവിടെ പോയിട്ടുണ്ട്, സൺസെറ്റ് കാണാനായിട്ട് ഓടിയിട്ടുണ്ട്. പ്രിയനോട് ആരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഐ എം ഷോക്ക്. അതെ, എത്ര പേരെ ഇവിടെ നമ്മൾ വിചാരിക്കും കൊറോണ കാരണം ആരുടെയും കയ്യിൽ പൈസ ഇല്ലാന്ന്. ഇറ്റ് ഇസ് നോട്ട് ചീപ്പ് നോ, പക്ഷേ ഒരുപാട് ആക്ച്വലി ഫുള്ളാണ് ഷിപ്പ്. സോ എവ്രി വൺ ഇസ് ആക്ച്വലി എനിക്കൊന്ന് റിക്കവറായി വന്നു കാണും, അല്ലെങ്കിൽ പൈസ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പേര് വരില്ലല്ലോ. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നാളെ മറക്കാതെ വരുമോ, ഫുഡായിരിക്കും. അത് എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നാളെ അറിയാം. കാരണം ഇതിപ്പോൾ ഞാൻ 3ാമത്തെ ദിവസം എടുക്കുന്നത്. സോ ഐ വാസ് അസസിങ് ദ ഫുഡ് മാറുമോ, എങ്ങനെയാണ് ക്വാളിറ്റി എന്നൊക്കെ 2-3 ദിവസം കഴിഞ്ഞാലല്ലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ നാളെ ഒരു കംപ്ലീറ്റ് ഫുഡ് വ്ളോഗ് ആയിരിക്കും. 5 മീൽസ് ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ 4 മീൽസ് ഉണ്ട്, എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ നാളെ കാണാം. നാളെ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. വേദവും ഇല്ല, അവിടെ പോയി. ഓക്കെ, ബൈ. ഈ ഒരു അടിപൊളി വ്യൂവിൽ തന്നെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. റോയൽ തിയേറ്റർ ആ ടൈമിൽ ക്ലോസ് ആയിരുന്നു. സോ അത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത ടൈമിൽ ക്ലോസ് ആയിരുന്നു റോയൽ തിയേറ്റർ. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയി. അതുകൊണ്ട് ഇത് രാത്രി ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നല്ല ഭംഗിയല്ലേ, ശരിക്കും ഒരു ഹൈ ആൻഡ് ക്ലാസി പ്ലേസ് പോലെ തന്നെ ഇല്ലേ. ഇന്നിവിടെ മാജിക് ഷോ ആണ്. ഇവിടെ ഓരോ ദിവസം ഓരോരോ ടൈപ്പ് ഷോസ് കാണും. ഷാൻഡ്ലേഴ്സ്, ലൈറ്റ്സ് ഒക്കെ നോക്കും. ബിക്കോസ് ഇതാണ് ഏറ്റവും ക്ലാസിയസ്റ്റ് പ്ലേസ് ഇൻ ദിസ് ഷിപ്പ് എന്ന് തോന്നുന്നു. ദാറ്റ് ബ്യൂട്ടിഫുൾ. ഇരിക്കാനൊക്കെ സ്പെഷ്യൽ സ്ഥലമുണ്ട്. അടിപൊളിയല്ലേ. ആൻഡ് ഷോസിൻ്റെ ഭംഗിയും വേറെ ലെവൽ തന്നെയാണ്. വെരി വെൽ പുട്ട് ടുഗദർ ഷോസാണ്.